അപകടം പതിയിരിക്കുന്ന റെയിൽവേ പാളം മുറിച്ചു കടന്ന് സ്കൂളിലേക്ക് എത്തേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. മലപ്പുറം വണ്ടൂർ കാപ്പിൽ കാരാട് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്താനാണ് 500-ലേറെ വിദ്യാർത്ഥികൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നത്. അടിപ്പാത വേണമെന്ന ദീർഘകാലത്തെ ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയുടെ കാരാട് എന്ന പ്രദേശത്താണ് ഈ നിൽക്കുന്നത്. ഇവിടെ ഈ നാട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം നേരിടുന്നുണ്ട്. ഈ റെയിൽവേ പാളത്തിന്റെ ഒരു വശത്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. അവിടേക്കുള്ള കുട്ടികൾ ഭൂരിഭാഗവും വരുന്നത് ഈ റെയിൽവേ പാളത്തിന്റെ ഈ വശത്ത് നിന്നാണ്. അപ്പോൾ ഏകദേശം 500ഓളം കുട്ടികൾ രാവിലെയും വൈകുന്നേരവും ഈ റെയിൽവേ പാളമാണ് ക്രോസ് ചെയ്യുന്നത്. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ റൂട്ട് ഇത് വൈദ്യുതീകരിച്ചു. അതോടുകൂടി ഈ ട്രെയിനിന്റെ ശബ്ദം വളരെ കുറഞ്ഞിട്ടുണ്ട്, ഒപ്പം തന്നെ വേഗത കൂടിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും അധ്യാപകർ ഇവിടെ ഡ്യൂട്ടിക്ക് നിന്നാണ് ഈ കുട്ടികളെ റെയിൽവേ പാളം കടക്കാൻ സഹായിക്കുന്നത്. ഇവിടെ ഒരു അടിപ്പാത വേണമെന്നുള്ളത് ദീർഘകാലമായി ഈ നാടിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴും അത് നടപ്പായിട്ടില്ല. റെയിൽവേ അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേരള സർക്കാരാണ് ഇനി അതിലൊരു നടപടി എടുക്കേണ്ടത് എന്നുള്ളത് റെയിൽവേ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവരുടെ പ്രതിസന്ധി അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഈ സ്കൂളിന് വലിയ ഒരു പ്രശ്നം നേരിടുന്നുണ്ടല്ലേ? വലിയൊരു പ്രശ്നം തന്നെയാണ് നേരിടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ കുട്ടികളെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്ന അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി കുട്ടികൾ സ്കൂളിലെത്തിയെന്ന് അറിഞ്ഞാൽ മാത്രമേ അവരുടെ ആ ഒരു ഭയം മാറുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരവും ഓരോ ടീച്ചേഴ്സിനെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വിടുന്നത്. എല്ലായിടത്തും പരാതി എല്ലാം കൊടുത്തല്ലേ? ഞങ്ങൾ റെയിൽവേക്ക് കൊടുത്തപ്പോൾ റെയിൽവേ നമുക്കൊരു എസ്റ്റിമേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 കോടിയോളമാണ് അതിന് വില. നമ്മൾ 5 കോടിയാണ് അവർ നമുക്ക് എസ്റ്റിമേറ്റ് ഇട്ട് തന്നിട്ടുള്ളത്. ആ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി വേണ്ടത്. അത് നമുക്ക് റെയിൽവേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അടിപ്പാത നിർമ്മിക്കാനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട്. ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെത്താം. അവരിപ്പോൾ എത്തുന്നത് ഒരു 8-10 കിലോമീറ്റർ ചുറ്റിയാണ് നമുക്ക് ഇപ്പോൾ എത്താൻ കഴിയുന്നത്. അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അംഗൻവാടി ഉണ്ട് ഇപ്പുറത്ത്, റെയിലിൻ്റെ ഇപ്പുറത്ത്. അവിടേക്കും കുട്ടികളെ ഇങ്ങനെ തന്നെയാണ് ക്രോസ് ചെയ്യിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു രീതിക്കാണ് ഞങ്ങളുടെ ഈ നാട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു അടിപ്പാത വേണമെന്നുള്ള ആവശ്യത്തിന് അതിനുള്ള സ്ഥലമുണ്ട്, അതിനുള്ള മാർഗമുണ്ട്. അപ്പോൾ അതൊന്ന് നടപ്പാക്കി കിട്ടണം എന്നുള്ളതാണ് ആവശ്യം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു അപകടം ഏത് നിമിഷം വേണമെങ്കിലും പതിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാരാടിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.